സ്വീറ്റ് വീറ്റ് ബോൾ, മധുരമുള്ള ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ഉണ്ട. ഇതിനായി ഞാൻ 1 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാൻ കുറച്ച് അവലെടുക്കാം. പിന്നെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്ക് ഈ അവിലേക്ക് ഇട്ട് കൊടുക്കാം. അവിൽ ആദ്യം ഒന്ന് നനച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 ഏലക്കായ എടുക്കണം. ഏലക്കായ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇതിലേക്ക് പിന്നെ കുറച്ച് കറുത്ത മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്ക മുന്തിരിയാണ്. പിന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവി കയറ്റേണ്ട പാത്രം അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പിൻ്റെ മാവൊന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കണം. ഒന്ന് ചപ്പാത്തി പരത്തുന്ന പോലെ ചെറുതായി പരത്തിയെടുക്കാം. പൂരിക്കൊക്കെ പരത്തുന്ന പോലെ. ഞാൻ അങ്ങനെ പരത്തിയില്ല. കൈമ തന്നെ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് അവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അവിൽ സെൻറ്ററിലിട്ട് ഒന്ന് 4 ഭാഗത്തുനിന്നും മടക്കി കൊടുത്താൽ മതി. അവിൽ പുറത്തായി പോറ്. ആവശ്യത്തിനുള്ള അവിലിട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ രണ്ടാമത്തെ ബോളും കൂടി ഇതുപോലെ ആക്കിയെടുക്കാം. സെൻറ്ററിൽ അവിലിട്ട് 4 ഭാഗത്തു നിന്ന് മടക്കി കൊടുത്താൽ മതി. നല്ല കൈയും പറ്റി പിടിച്ചു പോയി മാവ്. ഇതൊന്ന് നന്നായി ഒന്ന് ഉരുട്ടിയെടുത്ത് അവിൽ പുറത്തൊന്നും കാണാത്ത രീതിയിൽ നന്നായി പ്രസ് ചെയ്തേക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഞാൻ അവിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ആവിയിലൊന്ന് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ഓരോന്നായി നമുക്ക് ആവി വരാൻ തുടങ്ങിയ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ആവിയിൽ നന്നായി വെന്ത് പിടിക്കണം. എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് കൊത്തി വെച്ച് കുറച്ച് സമയം വേവിപ്പിച്ചെടുക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ആവിയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നൈസായി പരത്തിയാൽ അത്രയ്ക്ക് നല്ലതാണ്. കട്ടി കൂടുമ്പോൾ നമ്മുടെ ഗോതമ്പിനൊരു കട്ടി കൂടുതലായിരിക്കും. അതുകൊണ്ട് നൈസായി പരത്തിയെടുക്കാം. ഞാൻ കൈമേൽ പരത്തിയത് നിങ്ങൾക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. ചപ്പാത്തിക്കോ പൂരിക്കോ പരത്തുന്ന പോലെ. ഇനി ഇത് നമുക്കിതിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് വീറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊരു ഐറ്റമായിട്ട് എടുക്കാം. വേഗം കഴിയുന്ന പരിപാടിയാണ്. പിന്നെ സ്നാക്സായിട്ട് വേണ്ടെങ്കിൽ സ്നാക്സായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.